IPL ടീമായിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിൻ്റെ ഹോം ഗ്രൗണ്ടായ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കാഴ്ചകളാണിന്ന്. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ശിവം ഡ്യൂബെ, പ്രസിദ്ധ് കൃഷ്ണ, നവദീപ് സൈനി. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പോയോക്കാം. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് 4.5 കിലോമീറ്ററാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം. ശിവജി നഗർ എന്ന് പറഞ്ഞ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. സമയം ഇപ്പോൾ രാവിലെ ഒരു 10:45 ആയിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ചൂടാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡുകളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള റോഡാണ്. പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന കവാടം ബാംഗ്ലൂർ ഹൈക്കോടതിയാണ് ആ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഒരു സർക്കിളാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് റോഡിലൊക്കെ. ഇവിടെ അടുത്താണ് ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ ഇനി. അപ്പോൾ അവിടുന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ലെഫ്റ്റിക്കാണ് നമ്മളെ സ്റ്റേഡിയത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ കുറച്ചാണ് പോയിട്ട് പിന്നെ ലെഫ്റ്റിക്ക് ആ ജംഗ്ഷനിൽ ലെഫ്റ്റിക്ക് പോയിട്ടാണ് സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇപ്പോൾ IPL സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ RCB പ്ലേയേഴ്സിനൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷെ അവരൊക്കെ ഉള്ളിലാവും. നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് അലൗഡ് ഉണ്ടാകുന്ന അറിയില്ല. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഫെഡ്ലൈറ്റ് കാണുന്നുണ്ട്. നമ്മളെ നേരെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഏകദേശം ഒരു 100-150 മീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിലാണുള്ളത്. ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെന്നൈൻ്റെയും RCBൻ്റെയും ഒക്കെ ജേഴ്സികളൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് മാച്ച് RCBയും CSK ആണല്ലോ IPL ആദ്യം. അപ്പോൾ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഗാലറിൻ്റെ സൈഡും പിന്നെ അതുപോലെ തന്നെ ഫെഡ് ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയ പ്രാക്ടീസിൻ്റെ ഏരിയ ആണ്. അവിടെ ഇപ്പോൾ പിച്ചൊക്കെ ഗ്രൗണ്ട് സ്റ്റാഫുകൾ ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ 2 ടീമൊക്കെ വരുമ്പോൾ ഒരു ടീം ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടീം ഈ ഔട്ട്സൈഡിൽ പ്രാക്ടീസ് ചെയ്യലാണ്. ഇന്ത്യൻ പ്ലെയറായിട്ടുള്ള നവദീപ് സൈനിയാണ് ഇപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്നത് ഈ ഒരു പ്രാക്ടീസ് ഏരിയയിൽ. അപ്പോൾ ആൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ നവദീപ് സൈനി പറഞ്ഞ പ്ലെയർ ഇപ്പോൾ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു IPL കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലും ഇപ്പോൾ ആളെ എടുത്തിട്ടില്ല, ഇഞ്ചുറി ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ടീഷർട്ട് ഇട്ട് പോകുന്ന ആ ഒരു പ്ലെയറിൻ്റെ പേരാണ് ശിവൻ ഡ്യൂബെ. ആൾ CSKയിലാണ് കളിക്കുന്നത്. മേൽക്കൂടി വരുമോ? ആടാ ആ ഓക്കെ ഓക്കെ. ഈ കാറിൽ ഇപ്പോൾ ഇരിക്കണ ഈ പ്ലെയറുടെ പേരാണ് പ്രസിദ്ധ് കൃഷ്ണ. ഈ പ്ലെയർ ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ച പ്ലെയറാണ്. അതുപോലെ തന്നെ IPL രാജസ്ഥാനിലാണ് കളിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കുറച്ചേരം ഇങ്ങനെ നിന്നേന്. അപ്പോൾ ഇവിടെ ഒരുവിധം ഇന്ത്യൻ്റെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള പ്ലേയേഴ്സും പിന്നെ മുൻപ് കളിച്ച പ്ലേയേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്കായി വന്നിട്ട് അവരിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അവിടെ ഓരോ കാണാനൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ നിന്നേന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ T20 ടീമിലൊക്കെ ഉള്ള, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലൊക്കെ ഉള്ള ശിവൻ ഡ്യൂബെ, അതുപോലെ തന്നെ
ശിവൻ ട്യൂബ് പറഞ്ഞ പ്ലെയറിൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗേറ്റ് കൂടിയാണ് നമ്മളെ പ്ലെയേഴ്സ് മാച്ച് ഒഫീഷ്യൽസൊക്കെ വരുന്ന ഗേറ്റ്. ഈ ഗേറ്റ് കൂടെ ഈ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഗേറ്റാണിത്. ഇപ്പോൾ ഈ കളിക്കാരും അതുപോലെ തന്നെ മാച്ചിൻ്റെ ഒഫീഷ്യൽസൊക്കെ കയറി പോണ ഗേറ്റാണിത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഈ ഗാലറിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. നമ്മളെ ഫ്രണ്ടിൽ കുറച്ച് അകലത്തിലൊരു കോട്ട് ഇട്ടിട്ടുള്ള ആളെ കാണുക. അദ്ദേഹത്തിൻ്റെ പേരാണ് VVS ലക്ഷ്മൺ. നമ്മളെ പഴയ ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചിരുന്ന ക്രിക്കറ്റ് ടീമിൽ അദ്ദേഹം ഇപ്പോൾ ഒരു കോച്ചിങ് സ്റ്റാഫായിട്ടൊക്കെ വർക്ക് ചെയ്യാണ്. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. ഉള്ളിലേക്ക് ഇവർ കടത്തി വിടണില്ല. ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ മാച്ച് നടക്കുന്ന ദിവസം ടിക്കറ്റ് എടുത്തിട്ട് മാച്ച് കാണുന്ന സമയത്ത് ഇവർ പബ്ലിക് ആൾക്കാർക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും ഇവിടുന്ന് കാണുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഈ ഗേറ്റ് അല്ലാത്ത വേറെ ഗേറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ആരെയൊക്കെ നമുക്കൊന്ന് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ കൂടെയാണ് പ്ലേയേഴ്സൊക്കെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് പോവല് നമ്മൾ ഈ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ വരും. അപ്പോൾ അവർ ഇവിടുന്ന് പോണാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്താണ്, ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യണ ഏരിയ ഒക്കെ പ്ലേയേഴ്സ്. അപ്പോൾ ഇവിടെ ഇന്ന് 4 മണീൻ്റെ ശേഷം പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞേ കേട്ടി. അതെല്ലാം നമുക്ക് കുറച്ച് നേരം നിന്ന് നോക്കാം. പിന്നെ രാവിലെയൊക്കെ ഇവിടെ ഇനി മറ്റേ നവദീപ് സൈനി അവരൊക്കെ പ്രാക്ടീസ് ചെയ്തത്. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്ലേയേഴ്സിനൊക്കെ കാണുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടുന്ന് ഇവിടെ പോകുന്നത് നമുക്ക് നമ്മുടെ വേറെ ഗേറ്റുകളൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന. അവിടെ ഒന്ന് പോയി നോക്കാം. ഏതെങ്കിലും ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മളൊന്ന് ഉള്ളിലേക്ക് വിട്ടാലോ എന്ന് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ വേറൊരു ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ഗേറ്റുകളുണ്ട് ഇങ്ങനെ നമ്പർ എഴുതിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ പരിശീലന സ്ഥലത്തിൻ്റെ ഇപ്പോൾ വേറൊരു വ്യൂ ആണിത്. വേറെ ഗേറ്റിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള വ്യൂ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടതിനേക്കാളും ഇപ്പോൾ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരിശീലനം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പ്ലേയേഴ്സിനൊക്കെ കാണാൻ കഴിയും. പിന്നെ മെയിനായിട്ട് ഈ സീരീസും അല്ലെങ്കിൽ ടൂർണമെൻ്റൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ഇവിടെ പരിശീലനം ഉണ്ടായാൽ ഒരു ടീമിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ പരിശീലന സ്ഥലമൊക്കെ നല്ല കാണാം. നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഒരു റോഡാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും വേണ്ടി ഉള്ള റോഡ്, വാഹനങ്ങൾക്ക് പോകാനും വേണ്ടി. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 18 അതായത് IPL സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു 4 ദിവസം മുന്നേ. അപ്പോൾ മാർച്ച് 19 ഇവിടെ RCB ടീമിൻ്റെ ജേഴ്സി അൺബോക്സിങ്ങും പിന്നെ അതുപോലെ തന്നെ വേറെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അതിൻ്റെ കസാരകളും പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് കെട്ടാനുള്ള ആവശ്യമുള്ള സാമഗ്രികളൊക്കെ. പിന്നെ ഇവിടെ ആ പരിപാടിക്കും വേണ്ടി പുറത്തുനിന്ന് വളണ്ടിയർമാരൊക്കെ ക്ഷണിച്ചിനി. അപ്പോൾ അതിന് വളണ്ടിയറായി വർക്ക് ചെയ്യാനും വേണ്ടി അപേക്ഷ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പോകുന്നത്. നമുക്കും വേണമെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് അവരോട് അപേക്ഷിച്ചിട്ട് നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും വളണ്ടിയറായിട്ട്. ഇപ്പം നമ്മൾ പരിശീലന സ്ഥലമൊക്കെ കണ്ട ആ ഗേറ്റിൻ്റെ അവിടുന്ന് ഒന്നും കൂടി സൈഡിൽ കൂടി പോവുകയാണ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ട് കണ്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ഗേറ്റും കൂടി ഉണ്ട് അവിടെ. അവിടുന്ന് നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ വേറൊരു ഭാഗം കാണാൻ പറ്റും, ഗാലറിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ട്. ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അടുപ്പിച്ച് 2-3 ഗേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കാണുന്ന ഗേറ്റിൽ നോക്കുമ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ചെറിയൊരു ഭാഗം ഗാലറിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ സ്റ്റേഡിയത്തിലേക്ക് ഓരോ ആവശ്യത്തിനായിട്ട് വന്ന വണ്ടികളും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയാണ്. ഇവിടെ ഈ മതിലിൻ്റെ മേലൊക്കെ നെറ്റ് അടിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കയറാൻ പറ്റില്ല നമ്മൾ മതിൽമക്കൂടെ ഒന്നും. ബാംഗ്ലൂർ ടീമിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകളൊക്കെ ഭയങ്കര തിരക്കിലാണ് ഓരോ വർക്കായിട്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ TV-യിൽ IPL-ൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ കളിൻ്റെ സമയത്തൊക്കെ ഈ ഗ്രൗണ്ട് കാണാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വേറൊരു സന്തോഷം. ഇങ്ങനെ
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നതിനുള്ള വളണ്ടിയേഴ്സിൻ്റെ ഒരു അപേക്ഷയൊക്കെ കൊടുക്കാനും വേണ്ടി. ഇപ്പോൾ ഇവിടെ മൊത്തം ഇപ്പോൾ ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാനും വേണ്ടി. ഇത് ഗേറ്റ് 5 അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗേറ്റ് 5 കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് വന്നപ്പോൾ ഉള്ളൊരു ഗേറ്റിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ഗാലറീൻ്റെ മേൽക്കൂരയും അതുപോലെ തന്നെ ഗാലറീൻ്റെ ബാക്ക് സൈഡ് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സെക്യൂരിറ്റിക്കാരനോട് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പോൾ അവരിങ്ങനെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാര്യം, ഇവരെ കടത്തി വിടണോ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളോട് ഇനി എന്താ പറയണതെന്ന് നോക്കാം. സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗം കാണാൻ കഴിയുകയെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്ലഡ് ലൈറ്റാട്ടോ ഈ കാണുന്നത്. ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെ റോഡാണുള്ളത്. പുറത്തേക്കുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ. അവിടെയൊക്കെ കാണാനൊക്കെ നല്ല ക്ലീനായിട്ടുള്ള. നമ്മളെ ഫ്രണ്ടിൽ അവിടെ കാണുന്നതാണ് ഈ വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടി വന്ന ടീം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, ഗാലറിയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവിടെ സെക്യൂരിറ്റിക്കാരോട് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു 2 മിനിറ്റ് അവർ അവസരം തന്ന്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലായിട്ട് തന്നെ കോഹ്ലിയും അതുപോലെ തന്നെ കുറച്ച് ടീമംഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഭയങ്കര ഇതിട്ടാണ് കോഹ്ലിനെയൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ടിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ. അടിപൊളി ഗ്രൗണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ഇപ്പോൾ RCBൻ്റെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഡൂപ്ലസി ഉണ്ട്, പിന്നെ മാക്സ്വെല്ല്, ഗ്രീന്, പിന്നെ സിറാജ്, പ്രധാനപ്പെട്ട പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അടിപൊളി കാഴ്ചയായി. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മളെ ഐഡൻറ്റിറ്റി പ്രൂഫും പിന്നെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളങ്ങോട്ട് കയറ്റി വിട്ടത്. ഏതായാലും സംഭവം മുതലായിട്ടാണ് വന്നത്. നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സമയമാണെങ്കിലും കാണാൻ പറ്റി പ്ലേയേഴ്സിനൊക്കെ. പിന്നെ നമുക്ക് ഗ്രൗണ്ടിൽ കയറുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ അവരെ ചെക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മളോട് കുറഞ്ഞ സമയം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഓടി കയറിയതാണ്. നമ്മൾ ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ച് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കോഹ്ലിനെയും സിറാജിനെയും അതുപോലെ തന്നെ മാക്സ്വെല്ല്, ഗ്രീന് അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ വളരെ ഹാപ്പിയാണ്. രാവിലെ നമുക്ക് ശിവൻ ദ്യൂബ് പിന്നെ നവദീപ് സൈനി അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ കാണാൻ പറ്റി. അപ്പോൾ വന്നത് ഏതായാലും മുതലായി സംഭവം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.